വെൽക്കം ടു PSC Learn Plus. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ 4ാമത്തെ ക്വസ്റ്റ്യനാണ്. നോക്കാം. ഒരു വൃത്തത്തിൻ്റെ വ്യാസവും പരിധിയും തമ്മിലുള്ള അംശബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരു വൃത്തത്തിൻ്റെ വ്യാസവും പരിധിയും തമ്മിലുള്ള അംശബന്ധം എന്താണെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. വൃത്തത്തിൻ്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് നമ്മൾ ആറായിട്ട് എടുക്കുക. ഇതെന്താണ്? വൃത്തത്തിൻ്റെ ആരമാണ്, അല്ലെങ്കിൽ നമ്മൾ റേഡിയസ് എന്ന് പറയും. ഓക്കെ, വൃത്തത്തിൻ്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് ആറായിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ വ്യാസം എന്തായിരിക്കും? വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ ആണ്. വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്തായിരിക്കും? ആരത്തിൻ്റെ ഡബിൾ ആയിരിക്കും എന്തുണ്ടാവുക എപ്പോഴും? വ്യാസം. എന്താണ് ആരം വ്യാസം എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ച് കാണിക്കുന്നത്. ഇതാണ് ഒരു വൃത്തം. വൃത്തത്തിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതാണ് ആരം. അപ്പോൾ വ്യാസം എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടുള്ളതാണ് വ്യാസം. അപ്പോൾ ആറിൻ്റെ ഡബിൾ ആയിരിക്കും എന്തുണ്ടാവുക? വ്യാസം ഉണ്ടാവുക. അപ്പോൾ 6 ആരമാണെങ്കിൽ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എത്രയായിരിക്കും? ഡബിൾ എന്ന് പറഞ്ഞാൽ 2 ആറായിരിക്കും. ഓക്കെ, 2r എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ വ്യാസം കിട്ടി. വ്യാസം കിട്ടിയാൽ പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള പരിധി വൃത്തപരിധി അല്ലെങ്കിൽ ചുറ്റളവ് എന്നൊക്കെ പറയും. വൃത്തപരിധി അല്ലെങ്കിൽ ചുറ്റളവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കാണാനുള്ള ഇക്വേഷൻ, വൃത്തത്തിൻ്റെ പരിധി അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്താ? 2πr. പഠിച്ചു വെക്കണേ, 2πr. ഓക്കെ, ആരമായിട്ടുള്ള ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ വൃത്തപരിധി കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 2πr ആണ് ചെയ്യേണ്ടത്. ഇത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വ്യാസവും പരിധിയും ഇത് രണ്ടും തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അംശബന്ധം കാണുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? റേഷ്യോ എഴുതുമ്പോൾ 2r ഈസ് ടു 2πr ഇങ്ങനെയല്ല എഴുതുക. അംശബന്ധം കാണുമ്പോൾ 2r/2πr. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ളതൊക്കെ വെട്ടിപ്പോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്നതായിരിക്കും അംശബന്ധം ഉണ്ടാവുക. കോമൺ ആയിട്ടുള്ളത് വെട്ടിപ്പോക്കാം. ഇവിടെ 2 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ ഈ രണ്ടും ക്യാൻസലാക്കി. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ഈ 6 നമുക്ക് ക്യാൻസലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള മുഴുവനായിട്ടും ഇവിടെ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ ആരുണ്ടാവും? ഒരു 1 ഉണ്ടാവും. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഇവിടെയുള്ള എല്ലാം കട്ട് ചെയ്ത് പോയാൽ ഇവിടെ ഒന്നുമില്ല, 0 എന്നല്ല അർത്ഥം. അവിടെ ആരുണ്ട്? 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് 1 ആയി. 1 ഇവിടെ പിന്നെ ഓൾറെഡി ഒരു പൈ കിടക്കുന്നുണ്ട്. ആരാണ്? പൈ. 1:π എവിടെ എടുക്കേണ്ടത്? ഓപ്ഷൻ സി 1:π ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.